ഹലോ, ഇന്ന് അനിയത്തിയുടെ വീടാണ് കാണിക്കുന്നത്. അവിടേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അനിയത്തിയുടെ വീടിൻ്റെ കുറ്റിയടിയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വീട് പണിതപ്പോൾ അവൾക്കും കൂടി വീട് പണിയാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിഷമം തീർന്നു എന്ന് പറയാൻ പറ്റില്ല, തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആദ്യം കൂട്ടുകാരോടൊന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽമെറ്റ് വയ്ക്കാത്തതാണ്. അത് കഴിഞ്ഞ് ഹെൽമെറ്റ് വെച്ചു വിട്ടാൽ ഹെൽമെറ്റ് കയ്യിലുണ്ട്. അതിന് മുന്നേ ഒരു കാര്യം കൂട്ടുകാരോട് പറഞ്ഞോട്ടെ. നല്ല ഐക്കണിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വരും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഓളൊന്ന ഓപ്ഷനും ബെൽ ബട്ടനും അമർത്തുക. ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത്. അതിരാവിലത്തെ ബൈക്ക് യാത്ര എന്ന് പറഞ്ഞാൽ ഇത്രയും സുഖമുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പക്ഷേ ഹെൽമെറ്റ് വയ്ക്കാണ്ട് പോകുന്നതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഹെൽമെറ്റ് വയ്ക്കാണ്ട് നിവൃത്തിയില്ലല്ലോ അല്ലേ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അത് അവരുടെ വീട് എത്തനേക്കാളും കുറച്ച് മുന്നായിട്ടാണ് ഈ സ്ഥലം. പണ്ട് അവൾ പറയാറുണ്ടായിരുന്നു ഈ വരിയിൽ കുറച്ച് സ്ഥലം മേടിച്ചിട്ട് വീട് പണിയണമെന്ന്. അപ്പോൾ സ്ഥലം വാങ്ങിച്ചിട്ടൊന്നും ഞാൻ ഇതുവരെയും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ കാലമായി അനിയത്തിയുടെ വീട്ടിലേക്ക് പോയിട്ട്. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലിൽ അനിയത്തിയുടെ വീടും ഒക്കെ കാണിക്കണത് കേട്ടോ. അത് നല്ലൊരു കാര്യമായിട്ട് തുടങ്ങാൻ പറ്റിയതിലും സന്തോഷം കേട്ടോ. എന്താ വെച്ചാൽ വീട് കുറ്റിയടിയൊക്കെ കാണിക്കാന്ന് പറയുന്നതാണല്ലോ നമ്മുടെ സന്തോഷം. വെറുതെ പോണേക്കാളും നമ്മുടെ സന്തോഷം അതാണല്ലോ. അപ്പോൾ ചെന്നപ്പോൾ ഉണ്ണിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു തലേദിവസം. അപ്പോൾ അവൻ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പോകാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ക്ഷണമൊന്നുമല്ല, വെറുതെ അവനങ്ങനെ പറഞ്ഞു. അപ്പോൾ അതാ കുറ്റിയടിക്കാനുള്ള സാധനങ്ങളൊക്കെയും പൂജാ സാധനങ്ങളും കുറ്റിയും എല്ലാതും അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് 3-4 വീടുകൾ അറ്റത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ആ പ്ലോട്ടുകളൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. ഇവരെ അപ്പുറത്തും ഇപ്പുറത്തും പറമ്പ് വെറുതെ കിടക്കണ കാരണം കൊണ്ട് തന്നെ നിറയെ പുല്ലാണ്. പുല്ലൊക്കെ ചെത്തി വെടുപ്പാക്കിയിട്ടുണ്ട്. തലേദിവസം വരെ നന്നായിട്ട് ഉണങ്ങിക്കിടന്നാർന്ന സ്ഥലമായിരുന്നു എന്നാണ് പറയണത് കേട്ടോ. പക്ഷേ ഈ ഒരു ദിവസമായപ്പോൾ നല്ല മഴയായി. അപ്പോൾ എന്താ ഈ മഴയത്ത് കുറ്റിയടിച്ചതെന്ന് ചോദിച്ചാൽ, സൺഡേയിൽ മിഥുനം 1-ാം തീയതിയാണ്. മിഥുനത്തിലും കർക്കിടകത്തിലും ഹിന്ദുക്കൾ അങ്ങനെ കുറ്റിയടിക്കൊന്നും ഇല്ലല്ലോ. അങ്ങനത്തെ നല്ല കാര്യങ്ങൾ കൂടുതലും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന്, അതായത് വ്യാഴാഴ്ചയാണ് കേട്ടോ നമ്മളിന്ന് കുറ്റിയടിച്ചത്. സമയം നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞായറാഴ്ച വെച്ച് നോക്കാനായിട്ട് നോക്കി, പക്ഷേ പറ്റിയില്ല. അപ്പോഴേക്കും 1-ാം തീയതി ആയില്ലോ. അങ്ങനെ തുടങ്ങി വയ്ക്കാൻ വേണ്ടി മാത്രം, ഈ മാസത്തിൽ അങ്ങോട്ട് തുടങ്ങി വയ്ക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. തുടങ്ങി വയ്ക്കാൻ വേണ്ടി മാത്രമാണെങ്കിലും നമുക്ക് വീട് പണി വേഗം കയറണം എന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ അതൊക്കെ യോഗവും കാശിൻ്റെ തരം പോലെയും ഒക്കെ അങ്ങോട്ട് പ്രാർത്ഥനയുടെ ഫലമൊക്കെ നടക്കുമെന്ന് വിചാരിക്കാം അല്ലേ. കൂട്ടുകാരും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അതാ ചിറ്റിക എടുക്കാൻ പോയ ആളാണ്. അപ്പോൾ മോളേനെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൾ അകലിൽ നിന്ന് വരുന്ന കണ്ടപ്പോൾ അവൾ തിരിച്ചിങ്ങോട്ട് പോന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ്ട് ഇങ്ങനെ ഇവിടെ തന്നെ നിൽക്കായിരുന്നു. വെച്ചാൽ നിറയെ ചെളിയായിരുന്നു കേട്ടോ. കണ്ടം പോലെയൊക്കെ ഇടുന്നിരുന്നത്. പക്ഷേ അതിൻ്റെ അടിയിലൊക്കെ നല്ല കല്ല് മണ്ണിൻ്റെ ഒക്കെ ഇതുണ്ട്. ഇത് ഈ പുല്ലുകൾ കിടന്ന് ചീഞ്ഞിട്ടാണ് മുകളിൽ ഏകദേശം കളിമണ്ണ് പോലെയായിരുന്നു. ഇതാണ് മോള് 10-ാം ക്ലാസ്സിലായിട്ടുള്ള, പക്ഷേ വലിയ കുട്ടിയാണ് കേട്ടോ. അവളുടെ അച്ഛൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഹൈറ്റാണ്. അതേപോലെ തന്നെ അവളും നല്ല ഹൈറ്റാണ് കേട്ടോ. അനിയത്തി 5 അടി ആകെ ഉയരമുള്ളൂ, പക്ഷേ ഉണ്ണി നല്ല ഉയരാണ്. ഇതാണ് നമ്മുടെ ആശേരി എന്ന് പറയുന്നത്. അപ്പോൾ ആശേരി ആദ്യം ചുറ്റും നമ്മൾ അങ്ങനെയാണല്ലോ, ഹിന്ദുക്കൾ അങ്ങനെയാണ്. ഇനി ക്രിസ്ത്യൻസിൻ്റെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഹിന്ദുക്കളെന്ന് പറഞ്ഞത്. അപ്പോൾ ചുറ്റും ഇതേപോലെ ചരടൊക്കെ കെട്ടി കയറൊക്കെ കെട്ടി തിരിച്ച്, പിന്നെ ചിലവരൊക്കെ ഫുള്ളായിട്ട് ഓരോ റൂമുകളും തിരിക്കും. ഞങ്ങളുടെ തിരിച്ചത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അതിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ താത്തുക. ഇതിനൊക്കെ ഓരോന്നിനും ഓരോ പേരുണ്ട് കേട്ടോ. ഈ ശബ്ദം കൊടുക്കണ നേരത്തെ എനിക്ക് അതൊന്നും വായിൽ വരില്ല. കുറച്ച് കഴിയുമ്പോൾ കിട്ടും. കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ശബ്ദം കൊടുക്കണ നേരത്തെ തന്നെ കിട്ടണ്ടേ. അപ്പം അങ്ങനെ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞവർ. അപ്പോഴേക്കും ഞാൻ എത്തിയില്ല. 7:30 തുടങ്ങി 9 മണി വരെയായിരുന്നു മുഹൂർത്തം. അപ്പോൾ പിന്നെ ഒരു 7:45 ഞാൻ എത്തി. ഞാനായിരുന്നു കേട്ടോ ഏറ്റവും ഫസ്റ്റ് എത്തിയത്. ഏറ്റവും അകലെ കിടക്കുന്നത് ഞാനായിരുന്നു. പക്ഷേ ഏറ്റവും ആദ്യം എത്തിയത് ഞാൻ തന്നെ. അപ്പം നമ്മൾ അകലെ ഉള്ളവരാകുമ്പോൾ നമ്മൾ നേരത്തിന് എത്തുമോ എന്ന് വിചാരിച്ചിട്ട് വേഗം നേരത്തെ പുറപ്പെടുമല്ലോ. അങ്ങനെ നമ്മുടെ ആശേരിയും പറമ്പിലേക്ക് ഇറങ്ങി. അപ്പോൾ ചെരുപ്പിടാണ്ട് അങ്ങോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴവിടെ നിന്നു കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങാണ്ടിരിക്കാൻ തോന്നില്ല. അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് മാമനാണ് കേട്ടോ. ലിബി എന്നാണ് അനിയൻ്റെ പേര്. ലിബിൻ്റെ മാമനാണ്. പിന്നെ അത്രയ്ക്ക് ആൾക്കാർ, പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടായിരുന്നു. ഞാനും ചേട്ടനും പിന്നെ അയൽവക്കക്കാരൊക്കെ ഭയങ്കര സ്നേഹമുള്ളവരാണ് കേട്ടോ. ഞാൻ കണ്ടിട്ടില്ല ഇത്രയും സ്നേഹമുള്ള അയൽവക്കക്കാരെ. അവൾക്കുള്ള ചായയും ഇതൊക്കെ. ഇത് അനിയനാണ്, ലിബിൻ്റെ അനിയനാണ്. ചായയൊക്കെ അവരെന്നെ വെച്ച് കൊടുത്തു. ഇവൾക്കൊന്നും അറിയണ്ട കേട്ടോ. ഉണ്ണിക്കുട്ടനെ ലിബി എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോവാണ്. ചെളിയല്ലേ, കുട്ടി വീണാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെയൊക്കെ കൊണ്ടുവച്ച് പിന്നെ കുറ്റി അടിക്കുകയാണ് കേട്ടോ. കെട്ടലൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു എന്താ പറയുക, അതിനൊക്കെ ഒരു സ്ഥാനമുണ്ട്. അവിടെയാണ് ആദ്യത്തെ കുറ്റി അടിക്കുക. വള്ളിയൊക്കെ അളന്ന് ഓരോന്ന് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ബോറടിക്കണ്ട കൂട്ടുകാർക്ക്.
ചിലപ്പോൾ ബോറടിക്കില്ല. പക്ഷേ സന്തോഷമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അത്ര ബോറടിക്കില്ല. നല്ല എന്താ പറയുക, ഈ നേരത്തൊന്നും ഒരു മഴയും പെയ്തില്ല. നല്ല സീനറി, നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും പറയാം ചുറ്റും മതിലൊക്കെ കെട്ടേണ്ടി വരും, എന്നാലാണ് പുല്ല് കയറാണ്ടിരിക്കുള്ളൂ. ഇവിടെ വെട്ടുകാട് കണ്ടില്ലേ, ഭയങ്കര പുല്ല്. അതുപോലെ തന്നെയാണ്, അതേ പുല്ല് തന്നെയാണ് കേട്ടോ അവിടെയും. ആ മഞ്ഞ കളർ പൂവുണ്ടാവണ ഒരു എന്താ പറയുക, എന്തോ പടർന്ന് പോണ പുല്ലാണ്. അങ്ങനെ ആദ്യത്തെ കുറ്റി അടിച്ചു. ഈ കുറ്റി അടിക്കുമ്പോഴൊക്കെ കുറ്റി പൊട്ടാനും പാടില്ല, എത്ര അടി അടിക്കണം എന്നുള്ളത് നിർത്തുന്നൊന്നും പറയാൻ പാടില്ല. അത്ര ആ ഗൃഹനാഥന് തോന്നണം അത്ര അടിക്കുക. അതിനനുസരിച്ചിട്ടുള്ള ഓരോ ലക്ഷണങ്ങളും ആശാരി പറയൂ കേട്ടോ, പറയുന്നുണ്ടായിരുന്നു അവിടെ. പിന്നെ ബാക്കിയുള്ളത് അതിൻ്റെ കൂടെ ഒരു സഹായി വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ അതൊക്കെ അടിച്ചു. ആ നേരത്ത് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യുന്നുള്ള രീതിയിൽ ടാർപ്പായും ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചേട്ടൻ്റെ മഴ തൂളി തുടങ്ങി. ഞാൻ ചേട്ടൻ കുടയൊക്കെ നിർത്തി. അയൽക്കാരൊക്കെ തൊട്ടപ്പുറത്തുണ്ട് കേട്ടോ. അവരെ ഇങ്ങോട്ട് ശരിക്കും കിട്ടിയില്ല എന്ന് തോന്നുന്നു എനിക്ക്. ഇതൊക്കെ ഷൂട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ ഇങ്ങോട്ട് പറ്റിയില്ല. ഡാലിയ എത്തിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ എത്തി കേട്ടോ. അവിടുത്തെ അവരെ മാമനൊക്കെ കൂടി ടാർപ്പായൊക്കെ കെട്ടി. ഇതൊക്കെ അയൽവക്കക്കാരൻ തന്നെയാണ് കേട്ടോ. പിന്നെ പൂജാ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് വരാൻ പറഞ്ഞു. സഹായിയായിട്ടുണ്ടായിരുന്ന ചേട്ടൻ നല്ല ചൊടിമിടുക്കിൽ ഓടി നടന്ന് എല്ലാതും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കൈ കഴുകാനുള്ള വെള്ളവും അങ്ങനെ എല്ലാതും കൊണ്ടുപോയി വെച്ചു. പലക ഇരിക്കാനുള്ള പലക, നാളികേരം എല്ലാതും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇത്തിരി നേരം വൈകിട്ട് ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ ഏകദേശം 12 മണിയോട് അടുത്തു. അതുകൊണ്ടാണ് ശബ്ദത്തിന് ഇത്തിരി ഊർജ്ജക്കുറവ്. ഇനി ഇലയൊക്കെ വെച്ചു. ആദ്യം ഒരാളെ ഇല വെട്ടാൻ പോയി, അയാളെ കാണാണ്ടായിട്ട് എൻ്റെ രീതി. പിന്നെ ലിബി തൊട്ടപ്പുറത്ത് പറമ്പിൽ നിന്ന് വേഗം പോയിട്ട് മുറിക്കാൻ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവച്ചു. നമ്മൾ നിലവിളക്ക് വയ്ക്കുമ്പോൾ ഒക്കെ നാക്കല വെക്കണമല്ലോ, അങ്ങനെ നാക്കല വെച്ച് പിന്നെ കോടിമുണ്ടാന്ന് തോന്നുന്നു, അങ്ങനെ അത് വിരിച്ചു. പിന്നെ അപ്പോഴാണ് അടുത്ത ആൾ ഇലയും കൊണ്ടുവന്നത്. ഇവിടെ ഇലയുടെ മുറിക്കലൊക്കെ കഴിഞ്ഞ് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് നാത്തൂന് എത്തുന്നത്. ബസ്സിലാണ് വന്നത് കേട്ടോ. ആങ്ങളയ്ക്ക് വരാൻ പറ്റിയില്ല. കുറേ ദിവസത്തെ ലീവ്, അവന് 1 മാസത്തോളം ലീവ് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട്. ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് അവന് ഇപ്പോൾ ലീവ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു വിഷമമാണ്, അച്ഛനമ്മയൊന്നുമില്ലാണ്ടാവും വരാണ് ഒരു വിഷമമൊക്കെ തന്നെയാണ്. പിന്നെ ചില സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് പോട്ടെ. അങ്ങനെ ഇലയൊക്കെ വെച്ചു. ഇനി അവലും മലരും പൂജാ സാധനങ്ങളും ഒക്കെ ഇട്ടു. എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ മറന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെയാണ്, ചിലതൊക്കെ നമ്മൾ മറക്കും. ആദ്യം ഇടങ്ങാഴിയിൽ നെല്ലൊക്കെ നിറച്ച് ഇത് കല്ലിടാനുള്ള കല്ല് കഴുകി പൂജിക്കും നമ്മൾ. പൂവൊക്കെ ഇട്ട് കുറിക്കും തൊട്ട് കളപ്പൊക്കം തൊടിയിച്ച് അങ്ങനെ. ഇത് ലിബിയുടെ അമ്മയാണ്. ആൾ വിളക്ക് വെച്ചത് കേട്ടോ. അമ്മമാരൊക്കെ തന്നെയാണല്ലോ വിളക്ക് വയ്ക്കുക. ആ നേരത്തെ അനിയത്തിന് അവിടെ കാണണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തൊക്കെയോ എടുക്കാൻ പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. വീട് ഇത്തിരി ഒരു 2-3 വീടിൻ്റെ അപ്പുറമാണ് അവരുടെ ഇപ്പോഴത്തെ വീടിരിക്കുന്നത്. ഇത് വേറെ സ്ഥലം വാങ്ങിച്ചതാണ് കേട്ടോ. ആ വീട്ടിലേക്ക് വഴിയില്ല, ഒരു ബൈക്ക് മാത്രം പോണ വഴിയുള്ളൂ. അത് കാരണം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം വാങ്ങിച്ചത്. അവിടെ വഴി വാങ്ങിക്കാനൊക്കെ കുറേ നോക്കി, പക്ഷെ പറ്റിയില്ല. പിന്നെ മാത്രമല്ല, നമ്മുടെ വെള്ളപ്പൊക്കത്തിലുണ്ടല്ലോ, വെള്ളപ്പൊക്കത്തിൽ അവളുടെ വീട് സൺസൈഡ് പൊക്കം വരെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ആ വീട് ഇനിയിപ്പോൾ വലിയ കാര്യമില്ല, അങ്ങനെ നനഞ്ഞ് കുതിർന്നിട്ടൊക്കെ. അപ്പോൾ വേറെ വീട് വയ്ക്കുക തന്നെയാണ് ഒരു രക്ഷയുള്ളൂ. പിന്നെ നാത്തൂനാണ് കേട്ടോ, നമ്മുടെ ഉണ്ണിക്കുട്ടി അങ്ങോട്ട് വന്നില്ല, പേടിച്ചിട്ട് അറ്റത്ത് നിൽക്കുകയാണ്. പക്ഷെ മുഖമൊക്കെ പോയി ആളുടെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ. പിന്നെ അവലും മലരും പഴവും കർപ്പൂരം വാങ്ങിക്കാൻ മറന്നുകൊണ്ട് കൽക്കണ്ടം അങ്ങനെ എല്ലാതും വെച്ചിട്ടുണ്ട്. നല്ല മഴ വന്നു കേട്ടോ. മഴ സന്തോഷത്തിൽ നല്ല ലക്ഷണമാണെന്ന് പറയൂ അല്ലേ. നമ്മൾ ടാർപ്പായൊക്കെ കെട്ടിയിട്ടുള്ള കാരണം കൊണ്ട് വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയൊരു സൗകര്യക്കുറവുണ്ടായിരുന്നു വെച്ചാൽ വേറെ തടസ്സങ്ങളോ സന്തോഷക്കുറവോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ചമയത്തിലേക്ക് കത്തിച്ച് ആളുകളൊക്കെ വെച്ച് അങ്ങനെ. ഇത് അനിയനാണ് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ പൂവൊക്കെ പിടിച്ച് തൊഴുത് എല്ലാവരോടും പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് പിന്നെ പൂജയൊക്കെ ചെയ്തു കേട്ടോ. പൂജയൊക്കെ ചെയ്ത് പിന്നെ ലക്ഷണങ്ങളൊക്കെ ലാസ്റ്റാണ് പറഞ്ഞത്. കുറ്റിയടിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ നേരെ നിൽക്കുന്നത് ഒരു ഇളയച്ചനാന്ന് തോന്നുന്നു ഇളയച്ചൻ തന്നെയാണ് കേട്ടോ. ടാർപ്പായ കെട്ടിയെന്നുണ്ടെങ്കിലും നമ്മുടെ എന്താ പറയുക, ശരിക്കും ഇങ്ങനെ പിടിച്ചിട്ടൊന്നല്ലല്ലോ. അപ്പോൾ ഒരു കുത്ത് നടുവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിലേക്കൊക്കെ വെള്ളം വീഴുണ്ടായിരുന്നു. അപ്പോൾ കയ്യിലുള്ളവരൊക്കെ കുടയും കൂടിയും ആ ടാർപ്പായമേ താങ്ങി പിടിച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ നിന്ന് അങ്ങനെ ഒന്നും നനയാണ്ടൊക്കെ തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ഒക്കെ നമുക്ക് എല്ലാതും ചെയ്യാൻ പറ്റി. അങ്ങനെ കല്ലൊക്കെ പൂജിച്ചു ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ആ കല്ലൊക്കെ എടുത്ത് കൊണ്ടുപോയി കണ്ട് നമുക്ക് അവിടെ ഒരു കുഴി, എന്താ പറയുക, ശരിക്കും ഫൗണ്ടേഷൻ കോരണം. പക്ഷേ മഴ ആയതുകൊണ്ട് അത് ഫൗണ്ടേഷൻ കോരാനായിട്ട് പറ്റിയില്ല.
അപ്പം പിന്നെ നേരെ വെറുതെ ആ നേരത്ത് മാത്രം ഒന്ന് കൈക്കോട്ടുകൊണ്ട് കളിച്ചിങ്ങാട്ട് അങ്ങനെ കല്ലിടുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു സഹായി ചേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ ആ ചേട്ടൻ അതങ്ങനെ ചെയ്തു. ആ ചേട്ടനെ ഞാൻ വെച്ചിരുന്നത് മഴയൊന്നും ഒരു വക വയ്ക്കില്ലല്ലോ നമ്മുടെ സന്തോഷത്തിൻ്റെ നേരത്ത് കുടയൊന്നും ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കല്ലൊക്കെ എടുത്തുകൊണ്ട് പോയി. പിന്നെ അങ്ങോട്ട് പോയില്ല കേട്ടോ, കല്ലൊന്നും വെക്കുന്നത് ഷൂട്ട് ചെയ്യാൻ അങ്ങോട്ട് പോവാൻ നിന്നില്ല, അല്ലാതെ തന്നെ അത്യാവശ്യം നനയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ചടങ്ങും കഴിഞ്ഞു കേട്ടോ, രണ്ടും കഴിഞ്ഞു. അവർക്ക് അങ്ങനെ കല്ലിടുന്നതിന് ഇന്ന ആളെന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വീട് പണിതപ്പോൾ ആദ്യത്തിനെ മാത്രമാണ് ആ കല്ലിടുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആദ്യത്തിനെ കൊണ്ടായിരുന്നു കല്ലിടിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യന്ന് 2-3-4 കൊല്ലം മുന്നല്ലേ, അപ്പോൾ കുറച്ചും കൂടി ചെറുതായിരുന്നു, എന്നാലും അവനായിരുന്നു ഇട്ടിരുന്നത്. ഇതിൽ ആ വെള്ളം ഒഴിക്കണേലും കല്ല് വെച്ചിട്ട് വെള്ളം ഒഴിക്കണേലും കല്ല് വെക്കണേലും ഒക്കെ ഓരോ ലക്ഷണങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യും, പക്ഷേ ആചാരി അതൊക്കെ നോക്കിയിരുന്ന് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ലാസ്റ്റ് പറഞ്ഞു കേട്ടോ. മുൻകൂട്ടി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് വെള്ളം ഒഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൾ കുറേശ്ശെ ഒഴിച്ചു. ലാസ്റ്റ് കുറച്ച് തിരിച്ച് കൊണ്ടുവന്ന് വന്നിട്ട് തിരിച്ചോട്ട് ഒഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത്തിരി സാവകാശം നേരിടുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 വർഷം തന്നെ വേണ്ടി വരും തന്നെയാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും 1 വർഷം ഇവിടെയും അങ്ങനെ 11 മാസമായിട്ടാണ് കേട്ടോ എൻ്റെ വീടും നിറവേറിയത്. കറക്റ്റ് ആശേരി പറഞ്ഞിട്ടുണ്ടായിരുന്നു 11 മാസം. എന്നാൽ കറക്റ്റ് 11ാമത്തെ മാസം തന്നെ നമ്മൾ വീട് കയറി താമസിച്ച്. ഇവിടെ അങ്ങനെയൊക്കെ പറ്റട്ടെ അല്ലേ. എല്ലാം കഴിഞ്ഞു. പിന്നെ ആ ഒരു സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ആശേരി പറഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എത്ര നേരം വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും, നമുക്കിനി പതുക്കെ പോവാമെന്ന് പറഞ്ഞ് എല്ലാവരും കുടയൊക്കെ ചൂടി പോരാന്നോർത്തു. ആദ്യം എൻ്റെ കുടയും കൊണ്ടുപോയി ഇങ്ങോട്ട് ഞങ്ങൾ ചോദിച്ചതാണ് കേട്ടോ. ഞാനെടുത്ത് ചോദിച്ചു എത്ര നാൾ വേണ്ടി വരും എന്നൊക്കെ. അപ്പോഴാണ് പറഞ്ഞത് 12 മാസം പോരാണ്ട് വരും എന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും ആവട്ടെ, എന്തായാലും തടസ്സങ്ങളൊന്നുമില്ല, നിറവേറുന്നു പറഞ്ഞു. അപ്പോൾ എന്തായാലും സന്തോഷം. എല്ലാവരും പ്രാർത്ഥിക്കാം, നല്ലോണം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കുക തന്നെയാണ്, കൂട്ടുകാരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ വേറൊരു വീട്ടിൽ അയൽവക്കത്തെ വീട്ടിൽ ചായയും ഉഴുന്നുവടയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചു. നേരത്തെ എഴുന്നേറ്റ് പോയതല്ലേ, നല്ല അടിപൊളി ചായയായിരുന്നു. ഉഴുന്നുവട നല്ല അടിപൊളിയായിരുന്നു. ചായ ഉഴുന്നുവടയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. ഇവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് നിന്നു കേട്ടോ. എന്താ വെച്ചാൽ അവരെ അമ്മായിമാർ അവരെ ബന്ധുക്കളെയൊക്കെ കുറേ നാൾ കൂടിയിട്ട് കണ്ടതല്ലേ, അപ്പോൾ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞതായ നേരെ ഇവിടെ എത്തി. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു തലേദിവസം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഉണ്ണിക്കുട്ടിക്ക് നമ്മുടെ കുഞ്ഞി പെണ്ണിന് കേക്കും മിഠായി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പറയുന്നത് എൻ്റെ വീടൊക്കെ കണ്ടിട്ട് എടുത്തു വെച്ചോ, എന്നിട്ട് ഇനി വീട് പണി കഴിയുമ്പോൾ ഈ വീടായിരുന്നു ഇപ്പോൾ ഈ വീട്ടിലേക്ക് കയറി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വ്ളോഗ് ഇട്ടോളോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട് ആകെ പെയിൻറ്റൊക്കെ പോയി. ഇനി പെയിൻറ്റ് അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ വീട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പെയിൻ്റൊന്നും അടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല, മുഷിഞ്ഞ് കിടക്കുകയാണ്. വീടൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. ഇത്തിരി സൗകര്യക്കുറവുണ്ടെങ്കിൽ ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ അവൾ ഈ വീട് വാങ്ങിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഇവൾ ഈ വീടൊക്കെ മേടിച്ച് അന്ന് കുറേ കാലം മുന്നേ വീട് മേടിച്ച് വന്നതാണ്. ശ്രീകുട്ടനായത്തിനൊക്കെ കുറേ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം നിന്നിട്ടില്ല, ശ്രീകുട്ടൻ കുറേ വന്ന് നിന്നിട്ടുണ്ട്. സ്കൂളിൽ പൂട്ടാൻ കാത്തിരിക്കും വന്ന് നിൽക്കാനായിട്ട്. ആ ഒരു സ്നേഹം നിരഞ്ജനും വലിയേട്ടനും തമ്മിൽ ഭയങ്കര സ്നേഹമാട്ടോ. അതുകൊണ്ട് തന്നെ അതാ എന്തൊക്കെയോ മേടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട്. പിന്നെ ഉണ്ണിക്കുട്ടിക്ക് അപ്പോൾ വിശക്കണമെന്ന് പറഞ്ഞ് നൂഡിൽസ് ഉണ്ടാക്കി. പിന്നെയും അതിൽ മസാലയൊക്കെ തട്ടിയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അവൾ വാശി പിടിച്ചു. പിന്നെ ഒരു തുണ്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ പറ്റിച്ചു കൂടാവിനെ, അതല്ലേ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ആദ്യം പോരാന്ന് ഓർത്തു. പിന്നെ അവൾ പറഞ്ഞു ചോറൊക്കെ കൊണ്ടിട്ട് പോവുക, ഏതായാലും ലീവ് എടുത്തതല്ലേ എന്ന് പറഞ്ഞു. വേറെ എന്തിനോ തല്ലുകൂടി നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കരയാണ് കേട്ടോ. ചില നേരത്തെ അവൾക്ക് ഇത്തിരി വാശി കൂടുതലാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. അനിയത്തിക്ക് ഗൂഗിൾ പേ ഒക്കെ റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞു നാത്തൂനോട്. എന്നിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് ശരിയാക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ സവോളയും ഇതൊക്കെ ഇരുന്ന് അരിയാമെന്ന് വിചാരിച്ചു.
അപ്പോൾ എല്ലാവരും കൂടി ഇത്തിരിശ പണിയങ്ങൾ എടുത്താൽ പെട്ടെന്ന് ആ കറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് നമുക്ക് പോരാലോ. എത്ര നമ്മൾ കുറേ വഴിയുണ്ട് എനിക്ക്. അപ്പോൾ ഡാലിക്കും പിന്നെ ബസ്സിന് പോകണ്ടേ, അപ്പോൾ അത് കാരണം വേഗം പോരണം. ഏതായാലും ലീവ് എടുത്തല്ലേ, അപ്പോൾ ഇന്ന് വീട്ടിൽ കുറേ പണികളുണ്ട്. അപ്പോൾ അതൊക്കെ തീർക്കണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ അത്ര വലിയ പണികളൊന്നും തീർക്കാൻ പറ്റിയില്ല. എന്നാലും വലിയ തരക്കേടില്ലാണ്ട് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ. ഉണ്ണിക്കുട്ടന് എന്താ ചേട്ടൻ വഞ്ചിയും എയറോപ്ലെയിനോ എന്തൊക്കെയോ കപ്പലോ എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഒറിഗാമിയുടെ ബുക്കുണ്ട്, ഇവിടെ വരുമ്പോൾ അതിൽ നോക്കിയിട്ടൊക്കെ പഠിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. ഡാലിയ അത് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നാക്കി, ഞാൻ തക്കാളിയും സവോളയൊക്കെ അരിഞ്ഞെടുത്ത്. പിന്നെ അനിയത്തി അപ്പോഴേക്കും ചിക്കനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇല്ല കേട്ടോ, മല്ലിപ്പൊടിയും കൂടി ഒന്ന് മൂപ്പിച്ച് ആദ്യം ഉപ്പും മസാലപ്പൊടികളും ഒക്കെ ഇട്ടിട്ട് ഒന്ന് പുരട്ടി വെച്ചു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതിലൊന്ന് പിടിച്ച് കിട്ടുമല്ലോ. ഞാൻ സാധാരണ ഇങ്ങനെ പിടിക്കാൻ ചൂടാക്കാറ് പതിവ്. അവൾ പക്ഷേ വെളിച്ചെണ്ണ ഒഴിച്ച് മൂപ്പിച്ചിട്ടാണ് കേട്ടോ ഇട്ടത്. പിന്നെ വേറൊരു ചീനച്ചട്ടി വെച്ച് വേഗം സവോള ഞാനിവിടെ സ്ലൈസായിട്ട് അരിയണ അത്രയ്ക്ക് കനം കുറഞ്ഞ് കിട്ടിയില്ല. ഇവിടെ ആ സ്ലൈസർ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് അരിഞ്ഞ് അങ്ങനെ ശീലമില്ല. പിന്നെ ഞങ്ങളിതാ അവിടെയൊക്കെ നിന്നും കണ്ടിട്ട് ഇങ്ങനെ കഥകൾ പറയുകയാണ്. വീട്ടിലത്തെ അനന്തപുരത്തെ കാര്യങ്ങളാണ് പറയണത് കേട്ടോ. എന്താ വെച്ചാൽ അച്ഛനെ സ്വപ്നം കൊണ്ട കഥയും, അപ്പോൾ അവൾ അച്ഛനെ അമ്മേനെ ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നത്. എന്താ വെച്ചാൽ എന്തായാലും നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം നടക്കുമ്പോൾ അച്ഛനമ്മേനൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ആലോചിക്കും. എന്തായാലും സ്വപ്നം കാണൂല്ലേ. ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനും ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളുടെ വീടും അമ്മയ്ക്ക് കാണാൻ പറ്റി. അച്ഛൻ പിന്നെ പണ്ടേ കുറേ വർഷമായിട്ടാണ്, 13 വർഷമൊക്കെ ആയി അച്ഛൻ വെച്ചിട്ട്. ഞങ്ങളുടെ കല്യാണം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളുടെ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞില്ലായിരുന്നു. പക്ഷെ അമ്മ ഞങ്ങളുടെ രണ്ടാളും വീട് കണ്ട്, എൻ്റെ വീട് പണിത് ഒരു ദിവസം ഇവിടെ കൊണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നു അമ്മേനെ. ഒരു ദിവസം തന്നെ കൊണ്ടു നിർത്താൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് അസുഖം വല്ലാണ്ട് കൂടി പിന്നെ വരാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പെട്ടെന്ന് തോന്നിയിട്ട് ആ വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് കേട്ടോ. അമ്മ വന്ന് നിന്ന ദിവസമൊക്കെ കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. നമ്മളങ്ങനെയല്ലേ, കുറേ നാൾ കൂടി ഒന്ന് കൂടുമ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ആ വർത്താനം പറഞ്ഞ് നിൽക്കണതിൻ്റെ ഇടയിൽ നമ്മുടെ മസാലയൊക്കെ വഴണ്ടും തക്കാളി ഇട്ട് കൊടുത്തു. അതൊക്കെ ഇട്ട് വഴറ്റി നല്ലോണം ഗ്രേവി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് ഇതിങ്ങനെ അരിയണ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതവിടെ ഫിക്സഡാണ് അരിയണത്. അപ്പുറത്ത് മുറം പോലെ ശരിക്കും അതിലേക്ക് വരുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. പിന്നെ അതൊക്കെ മൂത്ത് ചിക്കൻ അതിലേക്ക് ഇട്ട്, പിന്നെ ചിക്കനിൽ വെള്ളം നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ചിക്കനിൽ എന്തായാലും വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് അവിടെ കിടന്ന് വെന്തോട്ടെ. ഞങ്ങൾ പിന്നെ അവിടെ മൂടി വെച്ച് പിന്നെയും അവിടെ പോയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു. അതിനിടയ്ക്ക് ചിക്കനൊക്കെ വെന്ത് റെഡിയായി. പിന്നെ ഞങ്ങൾ ആ കട്ടിലെന്ന് വെച്ചാൽ ഇവിടെ തന്നെ കട്ടിൽ കൊണ്ടിട്ട് വെക്കുക കേട്ടോ. അവർ പിള്ളേർ ഇരുന്ന് പഠിക്കാനും അങ്ങനെയൊക്കെ സൗകര്യത്തിനാന്ന് തോന്നുന്നു. വേറെ 2 റൂമുണ്ട്, ചെറിയ റൂമായാലും റൂമുകളൊക്കെ ഉണ്ട്. അപ്പോൾ കട്ടിൽ ഇവിടെ ഇട്ടിക്കുകയാണ്. അപ്പോൾ ആ കട്ടിലും തന്നെയാണ് എപ്പോഴും ഉറുമ്പ് വരും എന്ന് പറയുന്നുണ്ട്. ഞാൻ ചെല്ലുമ്പോൾ നിറയെ ഉറുമ്പായിരുന്നു കേട്ടോ. എന്നിട്ട് കുത്തി കുടഞ്ഞിട്ടൊക്കെയാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച്, പിന്നെ ഫുഡ് കഴിച്ചിട്ട് അധികം നേരം നിൽക്കാനൊന്നും നിന്നില്ല കേട്ടോ. വേഗം ഇറങ്ങി ഇവിടേക്ക് എത്തണ്ടേ. പിന്നെ ശ്രീകുട്ടനുള്ള ചിക്കൻ കറി ഞാൻ അവിടുത്തെ എടുത്തോട്ട് പോന്നു. പക്ഷേ ശ്രീകുട്ടൻ ഇവിടെ വന്നപ്പോൾ ട്യൂഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 മണി 3:30 കണ്ടേ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. പക്ഷേ ഇവിടെ ഞാൻ രാവിലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ചപ്പാത്തിയും ദോശയ്ക്കുള്ള ചട്നി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കറി ഉണ്ടായില്ല. അപ്പോൾ ചപ്പാത്തി കൂട്ടി ഇവന് ചിക്കൻ കറി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിക്കൻ കറി എടുത്തുകൊണ്ട് വന്ന്. ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അതൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇത് നിറയെ ആടുണ്ടായിരുന്നു. നമ്മുടെ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ വീട്ടിലേക്കൊക്കെ വന്ന് അനന്തപുരത്തേക്കൊക്കെ കൊണ്ടുവന്ന് 6, 7, 8 ആടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് കൊണ്ടുവരലും ആ വെള്ളപ്പൊക്കത്തിൽ മഴ നനയിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആടുകൾ പടപടാന്ന് ഓരോന്ന് ചത്തുപോയി. അത് പിന്നെ അതോടുകൂടി ആട് വളർത്തൽ നിർത്തിയിട്ടോ. അന്ന് കുറേയൊക്കെ സങ്കടമായിരുന്നു, കരച്ചിലൊക്കെ സങ്കടമൊക്കെ ആയിരുന്നു. ആടും പോത്തിനൊക്കെ വളർത്തി അങ്ങനെ കുറേയൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കുട്ടികളെ ചെറുതായിരുന്നു, വേറെ നിവൃത്തിയൊന്നുമില്ലല്ലോ. ഇപ്പം പിന്നെ അവൾ ജോലിക്ക് പോയി തുടങ്ങി. അതിനൊക്കെ വിറ്റു. ചൊക്ക ചത്തപ്പോൾ പിന്നെ ഭയങ്കര സങ്കടമായി. പിന്നെ ഡാലിയനെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കാൻ ലിബി വന്നു. ഞങ്ങൾ കൂടെ വെറുതെ ഉണ്ണിക്കുട്ടൻ വരികയാണ് കേട്ടോ ബസ് സ്റ്റോപ്പിലേക്ക്. ഇവിടേക്ക് വരുന്നൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ 2 കൂട്ടരായിട്ട് പോന്നു. ഡാലി അവിടെ നിന്ന് ബസ് കയറി. കാറാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുമിച്ച് പോരാം, പക്ഷേ ബൈക്കാകുമ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. ഓക്കെ ബൈ.